പണ്ട് പഠിത്തം കഴിഞ്ഞ് ടീച്ചറായിട്ടാണ് കേട്ടോ ജോലിക്ക് കയറിയത്. അന്ന് തൊട്ടേ ആ ടീച്ചിങ് മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ പല പല പ്രൊഫഷൻ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാനൊരു ഡിഫറെൻറ്റ് മേഖല ട്രൈ ചെയ്യാൻ പോവാണ്. എനിക്ക് ലൈഫിൽ വേറെ ഒന്നും ഇല്ലെങ്കിലും ഒരുപാട് ഉള്ളൊരു കാര്യമാണ് ഈ കോൺഫിഡൻസ്. എനിക്ക് പാഷനുള്ള കാര്യങ്ങൾ എനിക്ക് അറിയാത്തയാണെങ്കിലും അത് എന്നെ കൊണ്ട് പഠിച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വല്ലാത്ത കോൺഫിഡൻസ് എനിക്ക് എപ്പോഴും ഉണ്ട്. 3/22 നട്ടപ്പാതിരാത്രി അതിനേക്കുള്ളൊരു പ്രിപ്പറേഷനാണ് നിങ്ങൾ കാണുന്നത്. നാളെ എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടി ഇത്രയൊക്കെ പ്രിപ്പറേഷൻസ് വേണോ മുക്സി എന്ന് ചോദിച്ചാൽ, നാളെ ഞാൻ ആ ഫംഗ്ഷൻ ആഘോഷിക്കാനല്ല പോകുന്നത്. നാളെ ഞാൻ ആ ഫംഗ്ഷനിലെ ആങ്കറാണ്, അഥവാ MC, മൈക്ക് കൺട്രോളർ. സ്റ്റേജിൽ കയറി ഇന്ന് ആ ഫുൾ കല്യാണം കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു ദൗത്യം അല്ലെങ്കിൽ ഒരു പണിയായിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. എൻ്റെ ഫസ്റ്റ് ആങ്കറിങ് ജോലി. സ്കൂളിലൊക്കെ പണ്ട് ലൈവായിട്ട് ആങ്കറിങ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ആ ഒരു തൻ്റെ ഇടത്തോടാണ് ഇത് ഞാൻ ഏറ്റെടുത്തത്. രാവിലെ തന്നെ റെഡി ആവാനുള്ള എല്ലാ സാധനങ്ങളും കെട്ടിപ്പറക്കി താജുക്കെ വിളിച്ച് നേരെ കോട്ടയത്തേക്കായിരുന്നേ പോയത്. എത്രയൊക്കെ കോൺഫിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ നെഞ്ചിലൊരു പെടപ്പ് എന്തായാലും ഉണ്ടാവും അല്ലേ. അതങ്ങനെയാണ്. അവിടെ ചെന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് പരിപാടിയൊക്കെ നല്ല ഉഷാറാക്കി നല്ല അടിപൊളിയാക്കി മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നിയ കാര്യം. ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടി ഇത്രയും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ തന്നെ വിചാരിച്ചില്ല. എനിക്ക് ആങ്കറിങ് പരിപാടി എവിടെ നിന്നാണ് കിട്ടിയെന്നും ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും എങ്ങനെ ഒരു ആങ്കർ പെർഫെക്റ്റ് ആവാമെന്നൊക്കെ ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇനി ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അതൊക്കെ കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഫോളോ ചെയ്ത് വെക്കണേ. നല്ല ക്രിസ്ത്യാനി സദ്യയൊക്കെ കഴിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് അത് സക്സസ് ആക്കി ഇറങ്ങുമ്പോൾ നമ്മുടെ മുഖത്തൊരു പ്രത്യേക സന്തോഷം ഉണ്ടാവും. നിങ്ങളൊക്കെ അങ്ങനെയൊക്കെയുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലികൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.